ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. സോ ഇന്ന് നമ്മൾ ഒരു കുഞ്ഞു ഷോപ്പിങ്ങിന് പോകുന്നില്ല കേട്ടാ. സംഭവമൊന്നുമില്ല, എനിക്ക് ഇന്ന് ദുബായ് പോവും. സോ അപ്പോഴത്തേക്ക് അയാൾക്ക് ഡ്രസ്സ് വാങ്ങിയിട്ട് ഇതാക്കാന്ന് എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. എനിക്ക് ഡ്രസ്സ് എടുക്കേണ്ട എനിക്ക് പറ്റേയില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും എനിക്ക് വാശിയും കുത്തുകളിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്ന് പറഞ്ഞിട്ട് എനിക്കനോട് പറഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ തന്നെ എനിക്ക് അയ്യാൻ്റെ ഒന്ന് സെറ്റാക്കി തന്നെ, പിന്നെ എനിക്ക് വേണമെങ്കിൽ ഞാൻ ചെമ്മൂനെ കൂട്ടിയിട്ട് പോകാമല്ലേന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയ്യാനിക്ക് ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നില്ല കേട്ടാ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതൊക്കെ എനിക്ക് സബ്സ്ക്രൈബ് ലൈക്കും കമൻറ്റും എല്ലാം അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അയ്യാനിക്ക് ഡ്രസ്സാക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഡ്രസ്സാക്കി ടി വി നോക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഡ്രസ്സാക്കിയിട്ട് പോവാം. ഈ പുള്ളമാരെ ഡ്രസ്സിനില്ലാത്ര പൈസ ഉണ്ടല്ലോ എൻ്റെ റബ്ബാക്കി. എന്തെന്ന് പറയുക, എനിക്ക് മുങ്ങാനേരം ഈ ഡ്രസ്സ് വാങ്ങിയത് 1900 അങ്ങനെ കേട്ടോ. പക്ഷെ അങ്ങനത്തെ നമുക്ക് എത്ര ഡ്രസ്സ് കിട്ടും? പുള്ളമാരുടെ ഡ്രസ്സിന് എന്ത് പൈസ എന്നറിയോ. പക്ഷെ എനിക്ക് ജീൻസ് പാൻറ്റേ ആവും, ട്രൗസർ ആയില്ല, അങ്ങനത്തെ എല്ലാം എന്തെല്ലോ പ്രശ്നമുണ്ട്. അപ്പോൾ നോക്കാം, ഒരു ട്രൗസർ അങ്ങനത്തെ ലോങ് ആയിട്ടുള്ള ഒരു കുറച്ച് മോഡേൺ ആയിട്ടുള്ളത് എന്തെങ്കിലും വാങ്ങാന്നാണ് ഉള്ളത്. നോക്കാം. അയനു എവിടെ പോന്നേ? നമുക്ക് ഡ്രസ് എടുക്കാൻ പോവാ. എന്നൊക്കെ ഡ്രസ് എടുക്കാൻ പോവാ. അവിടെ ഒരു മിനിറ്റ് കേട്ടോ. എല്ലാരും കാഞ്ഞങ്ങാട് പോകുന്നതാ. ഇപ്പൊ എല്ലാവരും പറയാൻ പോകും ടാക്സൊക്കെ ഡ്രസ് എടുക്കാൻ പോകുന്നത്. ബാ ബാബാ ഡ്രസ് ഇടാലോ, ഇങ്ങോട്ട് വാ. കം കം. എനിക്കിപ്പോൾ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അത് മാത്രമേ ഇടും. ഒരു ഡ്രസ്സായില്ല എനിക്ക്. ഇട്ട് തന്നെ ഇടും. നമ്മായി എത്ര തന്നെ കേട്ടാ. ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കീറുന്നവരെ അത് മാത്രമേ ആയിരിക്കും. എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ടായിന്. ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഇട്ട് പരക്കുന്ന എനിക്കത് തന്നെ കേട്ടെ. എനിക്ക് പരക്കുന്ന എനിക്കിത് വേണം. എന്ത് ജീൻസ് പാൻറ് ഇടണം. അംഗൻവാടി പോകുമ്പോഴത്തേക്ക് ജീൻസ് പാൻറ് ഇടണം. ട്രൗസർ ഒന്നും കയ്യിലാട്ടാ. എനിക്കുണ്ടായിന്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഏതെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഇനി ഏത് ഫംഗ്ഷൻ പോയെങ്കിൽ പോയ സ്ഥലത്ത് തന്നെ പോയാലും ഞാൻ ആ ഡ്രസ്സ് ഇടും കേട്ടോ. അതെന്തെന്നറിയില്ല, നമുക്ക് അതേ സ്വഭാവമായിരിക്കും, പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ എൻ്റെ ഇന്ന് പോലായി ഗൈസ്. ഇന്ന് മഗ്‌രിബാകുമ്പോൾ 6 മണി അങ്ങനെ സമയം പോകൂട്ടാ. അയാനെല്ലാം ഞാൻ എന്താ ഇപ്പോൾ ഒന്നാമത് ഞാനും ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. ഭയങ്കര എന്ന് പറഞ്ഞാൽ എന്ത് പറയലേ, ബാപ്പ ഇല്ലാതെ എനിക്ക് പറ്റില്ലാന്ന് അങ്ങനത്തെ ഒരു അവസ്ഥ കേട്ടാ. സോ എന്താ ചെയ്യുമെന്ന് അറിയില്ല ഞാൻ. അതുകൊണ്ട് ഞാൻ എയർപോർട്ട് പോകുന്നില്ല എന്ന് വരുമ്പോൾ ഞാൻ തീരുമാനിച്ചില്ല. എന്താ വെച്ചെങ്കിൽ കഴിഞ്ഞ പോക്കിൽ തന്നെ അയനും എന്നെ അങ്ങ് എത്തിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഇതിൽ ഞാൻ പോകുന്നില്ല എന്നൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അറിയില്ല കേട്ടാ, മനസ്സ് ചേഞ്ച് ചെയ്യും ഞാനും വരുമെന്ന് കരയാൻ തുടങ്ങുമെന്ന് അറിയില്ല. ഇക്ക 15 ദിവസത്തിന് അങ്ങനെ വന്നു. പക്ഷെ ഒരു മാസം എങ്ങനെ പോയിന്ന് അറിയില്ല കേട്ടോ. 1 മാസത്തിൻ്റെ അടുത്തായി ഇൻഷാ അല്ലാഹ്. അപ്പം ഇന്ന് രാത്രി ഫ്ലൈറ്റ് ഉള്ളത്. മഗ്‌രിബിനെ ഇവിടുന്ന് ചെയ്യും. അപ്പം നോക്കാം. അങ്ങനെ ഇന്ന് എനിക്ക് വിചാരിക്കാനേ കഴിയില്ല കേട്ടാ. എന്താ വെച്ചെങ്കിൽ ഇക്ക അങ്ങനെ എത്തുന്നില്ല എന്നല്ല, പക്ഷെ ഇത് പെട്ടെന്നായിപ്പോയി. 5 മാസം അങ്ങനെ ആയിട്ടു ഇക്ക ദുബായ് പോയിട്ട്. എന്നിട്ട് അപ്പം വന്ന് പിന്നെ ഇപ്പോൾ റിട്ടേൺ പോവും. ഫീലുണ്ട് കേട്ടോ, നല്ല ബേജാറുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ബേജാറുണ്ടായിട്ട് നമ്മ ജീവിക്കണ്ടേ, അത് വിചാരിച്ചിട്ട് ബിസ്ട്രോ ഞാൻ ഈ ഡ്രസ്സ് പിടിച്ചിട്ട് എത്ര നേരമായി അറിയാം. യാനോ ഞാൻ ഇവിടെ വട്ടാക്കി മോന് എങ്ങനെ വരാന്. അയാനോ വരുന്നില്ല. അയന് ഇത് വാങ്ങിയിട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് ട്രെൻഡെല്ലാം പോയതാണ്. പക്ഷെ എന്നാലും ഇതെന്ത് ഇങ്ങനെ നിക്കറമ്മനാ. ഇട്ടിട്ട് കാണിച്ചു തരാ. എനിക്ക് വാങ്ങിയ സാധനം കണ്ടിട്ടാകുമ്പോൾ വാങ്ങിയിട്ടുണ്ടായത് കേട്ടോ. ഞാൻ തൃശ്ശൂർ അതിലെ വരുമ്പോഴത്തേക്ക് ബഷീർക്കാൻ്റെ അവർ പോകുമ്പോൾ. പക്ഷെ ഞാനാണ് യൂസ് ആക്കുന്നത്. നല്ല രസമുണ്ട്.
ആയാനോ ആടെ ടി വി നോക്കുന്നില്ല കേട്ടോ അവന്. പാപ്പനെ കാണുന്നില്ല, മോനെ കാണുന്നില്ല. അതാ ഇന്നില്ലേ നീ? ഞാൻ പാപ്പ പോന്ന് നമ്മക്ക് ആഞ്ഞങ്ങോട്ട് പോണ്ടേ? എവിടെ പോണ്ടേ? ബെന്നില്ല നീ? നമുക്ക് ഡ്രസ് എടുക്കാൻ പോണ്ടേ? പിന്നെ തോണിയില്ല? ആടെ തോണിയില്ല. അതിനോട് പറയാം ഞാൻ ഡ്രസ് എടുക്കാൻ പോകുന്നെന്ന്. ഇങ്ങോട്ടാ ഗായ്സ്, ആയാലും ഡ്രസ് എടുക്കാൻ പോന്ന് തന്ന അമ്മക്ക് മുടി മുറിക്കാൻ പോകുന്നതാ. എല്ലാരും പറയുന്നുണ്ടായിട്ട് ആയാൻ അപ്പച്ചി കട്ടാക്ക ഒരു ഏകദേശം അപ്പച്ചി കട്ടിന്റെ ലുക്ക് ഉണ്ട്. ആയോട് ഇങ്ങോട്ട് നോക്കി, ആയാനും ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് വാ. മുടി കാണിച്ചു കൊടുത്തേ, കണ്ട? ഇതിന് കുറ്റകളിൽ എത്ര ആർക്കും ഇല്ല കേട്ടോ. അതാ കണ്ട ഒരു അപ്പച്ചിന്റെ ലുക്കില്ല, പക്ഷെ ബാക്കിലുണ്ട് കേട്ടോ. ഓനും എന്റെ പാപ്പം പോയിട്ടാണ് മുടിയെടുത്തത്. ഇതാ എന്താക്കുന്നതിനും എക്സസൈസ് ആക്കുന്നതാ ഗൈസ്. നോക്ക് കേട്ടാ, അയന് എക്സസൈസ് ആക്കുന്നത് നോക്ക്. കാണിച്ചേ എനിക്ക് നിന്നിട്ട് കാണിച്ചു കൊടുക്ക്. എണിച്ചിട്ട് കാണിച്ചു കൊടുക്ക. ഞാൻ യോഗ ആക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ നീ വൈകുന്നേരം. വേറെ എങ്ങനെയാനു എക്സസൈസ്? വേറെ എങ്ങനെ എക്സസൈസ് ആക്കാനുള്ളത്? എന്റെ മോന് നോക്കി ഇത്ര വലുതായി, എന്റെ കോൾ വലുതായിക്കോട്ട് പോകുന്നുണ്ടപ്പാ. നീ ആരും മോനെ? ബാപ്പാനെ മോനെ, അമ്മീനെ മോനെ? നീ ബാപ്പാനെ മോനെ? അപ്പ ഇങ്ങോട്ട് നോക്ക്. നീ ബാപ്പാനെ മോനെ, അമ്മീനെ മോനെ? പറ. അത് രണ്ടൊക്കെ ബേജാറാവുന്ന പറഞ്ഞിട്ട് പറയുന്നില്ല കേട്ടോ. ഓ മൈ ഗോഡ്, കുഞ്ഞുറങ്ങി. എന്റെ ആറ്റ് നോറ്റിയാ അങ്ങനെ തോന്നി ഡയലോഗ് എനിക്ക് അറിയില്ല. കൊണ്ട് കഴിയുന്നില്ല എനിക്കൊരു ബാക്കിലൊന്നും നടക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഇപ്പൊ ഇക്ക ഉണ്ടായത് കൊണ്ട് ഫുള്ള് ഇക്ക 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 വിളിച്ചാൽ അപ്പൊ ഇക്ക നോക്കിക്കോളൂ. ഇങ്ങനെ ഇക്ക ആര് വിളിച്ച കാര്യം വരുമെന്ന്. അയാനും പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ. അയാനും ഇക്ക വന്ന പിന്നെ അംഗൻവാടി ആകെ ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ പോയിട്ടുള്ളത് കേട്ടോ. ഡെയിലി കൊണ്ടാക്കുന്നുണ്ടായിന്. ഇപ്പൊ ഹോസ്പിറ്റലിൽ എപ്പോ വന്നിന് പിന്നെ കൊണ്ടാക്കുന്നില്ല. നിങ്ങളെ മോനെ എത്ര വട്ടം വന്നതെന്നറിയോ? അങ്ങനെ ഇക്ക ഈ ഒരു മാസം എങ്ങനെ പോയി? ഒരു ദിവസം പോയി. പക്ഷെ വന്നത് എത്ര ദിവസത്തിന്? എത്ര ദിവസം നിന്ന്? ആ 15 ദിവസം നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ടാ. 15 അല്ലേ? 14 അഡ്മിറ്റ്. ഫസ്റ്റ് പോയെന്ന് അതന്നെ ഹോസ്പിറ്റൽ തന്നെ കേട്ടോ. എൻ്റെ ലൈഫ് അതിന് ഹോസ്പിറ്റലിൽ എന്തോ മടുത്ത് എല്ലാവരും പറയുന്നതിനും എനിക്ക് ആന്നതിനും കറക്റ്റ് ഉണ്ട്. ഒരു ദിവസം അസുഖം ഇല്ലാതെ ഇങ്ങനെ ഒരു ദിവസമല്ല, കുറേ കാലം ഒന്നും അസുഖമില്ലാതെ അമ്മ ഇങ്ങനെ നമുക്ക് വേണേ കണക്ക് ജീവിക്കാൻ ആവശ്യമാണ് ഒരു ദിവസം ഉണ്ടാവും. അയ്യോ, എപ്പോൾ നോക്കിയാലും കാണുന്നവർക്കും കാണാത്തവർക്കും എപ്പോഴും അസുഖം ഒക്കെ എന്താ എപ്പോഴും അസുഖം തന്നെയോ? അത് കേൾക്കുമ്പോഴൊരു സങ്കടം ഉണ്ടല്ലോ. നമുക്കേ അറിയൂ അത്ര ഇൻസൾട്ട് ആക്കുന്ന കണിക്കന്നെ കപ്പളി തന്നെയാ. അപ്പൊ നമ്മ വിചാരിക്കും എന്താക്കല് അല്ലാ. പറയുന്നവർ പറഞ്ഞോണ്ടാവും, അത് വേറെ കാര്യം. എനിക്കെപ്പോഴും പറയും പറയുന്നവരെല്ലാം പറഞ്ഞോണ്ടാവും. അധികം ഹേർട്ടായാലും അങ്ങോട്ട് കൊടുത്താൽ മതി, അപ്പം ഇങ്ങോട്ട് തിരിച്ച് കിട്ടിയില്ല. പക്ഷെ അപ്പം എന്താവെന്ന് വെച്ചെങ്കിൽ പറയാൻ നാവ് വരുന്നില്ല. പക്ഷെ എപ്പോഴും പറഞ്ഞൂടാ. ഒരു ദിവസം നമുക്ക് നല്ലതുണ്ടാവല്ല, എന്താ അസുഖമില്ലാതെ നല്ല രസമുണ്ടാവും. അപ്പം എല്ലാവരും ഇപ്പം എല്ലാം ഓക്കെ ആയല്ലേ അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമല്ല. ഇതങ്ങനെ ആന്നുമില്ല. ഇതൊന്ന് പോകുമ്പോൾ ഒന്ന് വരും കേട്ടോ, അതാണ് സങ്കടം. അതായത് എന്താ പറയുക, ഇന്ന് ഓക്കെ ഉണ്ടാവും, അതായത് ഇതെല്ലാം ഓക്കെ ഉണ്ടാവും. പെട്ടെന്നായിരിക്കും എനിക്ക് എന്തെങ്കിലും വരും, വയറുവേദനയോ തലവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേദന വരും. അതാണ് ഏറ്റവും എൻ്റെ. പക്ഷെ ഞാൻ വ്യക്തിക്കുന്നതല്ല, ഈ അള്ള തരുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് എപ്പോഴും പേര് തന്നെയാണ്. പിന്നെ എൻ്റെ ബോഡി ഷേമിങ് അത് എത്ര എത്ര ഇതോ
മതിയോ? എന്തൊന്നും തിന്നാൻ തരുന്നില്ലേ? നീ എപ്പോഴും ഇങ്ങനെ തന്നെയാ. അപ്പോഴത്തേക്ക് അവര് എന്റെ കോള് കണ്ടിട്ടുണ്ടാവും പറയുന്നവര്. കലിവലി നമ്മ അതിനൊന്നും തളറില്ല, തകറില്ല. പക്ഷെ സങ്കടവും ആ ഒരു ടൈമിന്. പിന്നെ ഇക്കൊക്കെ കൊളകിക്ക മോട്ടിവേഷൻ തരുമ്പോ ഇതെല്ലാം പോട്ടാ. അതിന് ഡ്രസ് ഇട്ട് കണ്ടാ. ആര് ഡ്രസ് ഇട്ടെന്നാ? അതിന് എന്ത് വാങ്ങിയിട്ടുള്ളത്? ഓന് വാച്ച് വാങ്ങിയിട്ടുണ്ട് ഇന്നലെ. ആര് വാങ്ങി തന്നെ? ബാബ വാങ്ങി തന്നതാ. ഇഷ്ടപ്പെട്ടാ? കാണിച്ചോട്ടെ ഗൈസിന്, കാണിച്ചോട്ടെ ഗൈസ്. അതിന് വാച്ച് കണ്ട നിങ്ങ? കാണിച്ചു കൊടുക്ക ഞാൻ. ഒരു മിനിറ്റ്. വാവ്, ലൈറ്റ് എല്ലാം കത്ത് ഗൈസ്. ലൈറ്റ് ഇങ്ങനെ കത്തും. പിന്നെ ഇങ്ങനെ തിരിക്ക. ഓപ്പണാക്കി കാണിച്ച, ഓപ്പണാക്കി കാണിച്ച, ഓപ്പണാക്കി. വാവ്, എന്താണ് ഇത്? പക്ഷെ ഓപ്പണാക്കിയ പൊന്നെ ഏർന്ന് ഓപ്പണാക്കല്. ഞാൻ പൊട്ടിച്ചരാ. നീയല്ല, നിങ്ങ നിൽക്കണം. കണ്ടോ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? നീ ഓപ്പൺ ആക്കിയതാ കണ്ടാ? ഓന് ഓപ്പൺ ആക്കിയത് കേട്ടാ. സ്പൈഡർമാനാ? സ്പൈഡർമാൻ. അപ്പൊ നമുക്ക് ഡ്രസ്സ് വാങ്ങാൻ പോവാ. സ്പൈഡർമാൻ, നമുക്ക് ഡ്രസ്സ് വാങ്ങാൻ പോവാ. സ്പൈഡർമാൻ. അപ്പൊ നമ്മ പോന്ന്. ടി വി ഓഫ് ആക്കുന്നേ. വേണ്ട, നിന്നിട്ട് വട്ട പറയുന്നതാണ്. നമുക്ക് പോയി ഡ്രസ്സ് വാങ്ങാൻ പോവാട്ടെ. ഇല്ല ഞാനിങ്ങനെ ഇരുന്നിട്ട് വട്ട പറഞ്ഞോണ്ടുണ്ടാവും. ഞാൻ അങ്ങനെയല്ല, ഞാൻ ബായ് തുറന്ന് പൂട്ടാനില്ലത്തെ റിസ്ക് വേറൊന്നിനില്ല. അതിനോ നമ്മ ഡ്രസ്സ് വാങ്ങാൻ പോകുന്ന നമ്മ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വരാ. ബായ്. എനിക്കൊരു അടി കിട്ടിട്ടോ. അവിടെ കണ്ട ബ്ലഷ് ഇട്ടാ എനിക്കായില്ലേ. ഇട്ടി തന്നു. ഒരടി തന്നിനി തല കൊണ്ട്. സ്വർഗം നർഗെല്ലാം കണ്ടിപ്പാക്ക്. എന്തായാലും ആഹാ, എന്തിത്? എല്ലാം പോയിച്ച്. ഐക്കൊക്കെ പോന്നായിട്ട് സങ്കടമുണ്ടോ? എന്ത് സങ്കടം? നമുക്ക് അങ്ങനത്തെ സങ്കടമൊന്നും ഇല്ല കാസാ. നമുക്കൊന്ന് പോയി കിട്ടിയാൽ മതി. കാറെടുക്കാതെ എങ്ങനെ പോന്നിട്ടാ? എന്ത് കുറ്റക്കട അതിന്? ഒരു പൂച്ചനൊക്കെ കൂടിയിട്ട് ഫുള്ള് ഒന്നൊന്നും പഠിച്ചുകൊണ്ട് വരും. അയനെ കൂളായിട്ട് മുമ്പ് വെക്കുന്നുണ്ട് കേട്ടോ. അയനെ ഓട്ടിക്കുന്നതാ നിങ്ങൾ ഓട്ടുന്നതാ. കണ്ട ഡ്രസ് എടുക്കാൻ പോലെ പാപ്പ പാർക്കാക്കട്ടെ. നോക്കണോ? ഡ്രസ് കുറ്റക്കെട്ട മോനാ. എന്തോ കുറ്റക്കെട്ടെന്നറിയാം. അങ്ങനെ പാപ്പാനൊക്കെ പോയി കഴിച്ചു. നേഴ്സിൻ്റെ അടുത്തുള്ള ലില്ലി നല്ല അതിലിട്ടോ ഡ്രസ്സ് എടുക്കുന്നുള്ളത്. ഇത് ഗേൾസിൻ്റെത്. അപ്പത്തതാണ് കിഡ്സ് വെയറിൻ്റെത്. നമ്മൾ കഴിഞ്ഞാൽ ആറ് തന്നെ പോയിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ആറ് തന്നെ ആയിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഒരു കുത്ത് കിട്ടിയതുകൊണ്ട് നല്ല വേദന കേട്ടോ. പാർക്കാക്കാൻ പോയിട്ടുണ്ട്. ഇന്നെത്തിറ്റ ഇതാക്കിയത് ഷോപ്പ് ഉണ്ടോ? ഞാൻ ഫസ്റ്റ് മംഗളി കഴിഞ്ഞ പാട് ആ ഷോപ്പിൽ പോയി ഒരു കരിമണി എടുക്കാൻ. പക്ഷെ പണി കിട്ടി എനിക്ക്. ഒരു കരിമണിക്ക് ഉണ്ടല്ലോ, കരിമണിക്ക് എത്ര 6,000 സംതിങ് 7,000 സംതിങ് എന്താ പറഞ്ഞ്. പക്ഷെ സ്വർണ്ണമല്ല, 1 ഗ്രാമിൻ്റെ ഞാൻ നിർത്തിച്ചു. പക്ഷെ ഇന്ന് എനിക്കൊരു കരിമണി വാങ്ങണം, വെള്ളീനത് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടട്ടോ. ഞാൻ ചെറുതുണ്ടാകുമ്പോൾ കരിമണി ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി എപ്പോഴും പോയി എത്തും. അപ്പം അങ്ങനെ കഴിഞ്ഞെങ്കിൽ ഇടുമ്പോൾ അതിന് മുമ്പ് ഇട്ടുകൂടാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ കണ്ടിട്ട് ആരെങ്കിലും ഊരിച്ചാൽ മതി അപ്പം ഇടും കേട്ടോ.
പക്ഷേ ഇപ്പോൾ എടുക്കണം കാരണം ഇവിടെ എങ്ങനെയെങ്കിലും ബ്രെയിൻ വാഷ് ആക്കിയിട്ട് വാങ്ങിപ്പിക്കണം. ഇവരെടുത്തു കാണുന്നില്ലല്ലോ. എൻ്റെ അവിടെ വരുന്നു നോക്കി പാപ്പ ഓഹോ എന്തൊക്കെ പോയെങ്കിൽ അവിടെ കണ്ട് അത് വേണോ? വേണ്ടാത്ത സാധനം ഇല്ല ചക്കരിക്ക് പഠിച്ചവനെ. ബാ എൻ്റെ ഷോപ്പ് എത്തിയിട്ടുണ്ട്. നമുക്ക് പോവാല. നമുക്കിത് ഇത് ഇഷ്ടപ്പെടും. ഇത് വേണമെങ്കിൽ ഡ്രസ് വേണോ? വണ്ടി എന്നോട്ടൊക്കെ വീണ്ടും ഡ്രസ് ഇട്ടു. നോക്കി കുറച്ച് ബാക്കോ പോയെ. ഫുള്ള് മോഡൻ തന്നെയായിരുന്നു. ഇടുകയാനും ചിരിക്കാനും ആറ്റിറ്റ്യൂഡിന് ഒരു കുറവില്ല. എന്തെടുക്കാം ചിരിക്കാനും വേറൊരു ഡ്രസ്സ് ട്രൗസർ എനിക്ക് ഇഷ്ടപ്പെട്ടു. നോക്കട്ടെ ഷൂ ഓനിന് ഇട്ടോക്കുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ അതിനോ എന്ത് വാങ്ങുന്നില്ല. എന്റെ ബാക്കിൽ എന്തില്ല ബേബി. ആര് കുഞ്ഞി ഇതൊക്കെ ഷൂ വേണോ? ഷൂ വേണ്ടല്ല. ഷൂ വേണോ വേണ്ടേ? സോസ് ബാപ്പിട്ടു ഓനിട്ടു. ഇത് വാങ്ങാനുണ്ടായി. ഞാൻ വരും. നീ പാപ്പനൊക്കെ പോകുമ്പോ എനിക്ക് കുറച്ച് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഇങ്ങോട്ട് പോവാം. എനിക്ക് ഡ്രസ്സ് എടുത്തിട്ടായി. ഞാനൊരു ഫാൻസിൽ കയറിയിട്ട് കരിമണി വാങ്ങാൻ വേണ്ടിയിട്ട് പക്ഷെ ആടയില്ല. എനിക്ക് ഫൈനൽ ഡ്രസ്സ് എടുത്ത് ഡ്രസ്സും വേറെ ഷൂ എടുത്തിട്ടോ. ഇക്ക വന്നിട്ടല്ല അയാൾക്കാം. ഇനി എനിക്ക് കരിമണി എടുത്തെങ്കിൽ സെറ്റ്. ഷോപ്പിൻ്റെ മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല അത് ഡ്രസ്സിൽ. എനിക്കായാനോ എൻ്റെ ഒക്കെ വരുന്നുണ്ട്. ഞാൻ ആ ഷോപ്പിൽ കയറി നോക്കി കരിമണി വേറെ നല്ലതാണ്. ഇങ്ങനത്തെ അടുത്തൊന്നും വാങ്ങുമ്പോൾ അവർ ലോക്കൽ സാധനം എന്തെങ്കിലും ചെയ്യുന്ന സാധനം നല്ലതായിരിക്കും. അതായത് ചെയ്യുന്ന നല്ലതായിരിക്കും. എനിക്ക് അവിടെ എന്തൊരു സാധനം കണ്ടിട്ടോ. അത് വേണമെന്ന് തിരുത്തം. നിങ്ങനെ ഓനെ പൊട്ടാക്കുന്നത് എന്തിനെത്ര? 20. ഏത് കളറ്? ഒന്ന് വാങ്ങി എടുത്തോ. എടുത്തു. നമ്മ പാർക്കിങ്ങിന് എടുത്ത് പോകുന്നില്ല. ഇത് നിക്കാം. ജീനിനുള്ള കേട്ടോ. ജീന് മാത്രമുണ്ട് ഒരു ഷോപ്പ്. അസ്മിയിൽ കയറിയാലോ.
അല്ല വണ്ടി ചെയ്യുന്നുണ്ട് അങ്ങനെ വണ്ടി ചെയ്യുന്നുണ്ട്. സൈഡ് പാപ്പനെ കൈ പിടിക്കേ. ഇനി നമുക്ക് എന്ത് പ്ലാൻ കഴിഞ്ഞ വീട്ടിലേക്ക് പോവുകയാണോ? പ്രത്യേകിച്ച് വലിയ സാധനമൊന്നും അങ്ങനെയില്ല. ഇല്ല, ഏകദേശം എല്ലായിടത്തും കഴിഞ്ഞു. ഇവിടെയും ഡ്രസ്സിന് ഷോപ്പ് ഉണ്ടല്ലോ. സെറ്റാക്കണം. അറേഞ്ച് ചെയ്യാം. ചൂടുന്നൊരു എൻ്റെ ടാസ്ക് കഴിഞ്ഞിട്ടാ. സമാധാനം. ഇനി നമുക്ക് മാത്രം വാങ്ങാൻ വന്നാൽ മതി. ഓനെ കൂട്ടിട്ട് വരാനൊന്നും കഴിയില്ല. ഓനായി ചെയ്യിച്ചാൽ മതിയായിരുന്നു. ഓനക്ക് നിൽക്കുമ്പോൾ ഡ്രസ്സ് ഓൻ ചോദിച്ചതിൽ വാങ്ങിക്കൊടുക്കാൻ ആൾക്കാർ. ഇത് മുമ്പിലേക്ക് ഞാനിടാം. എന്നെ പെരക്ക് പോകുന്നല്ലേ? ഇത് നമ്മൾ പെരക്ക് പോലെ വേറെ ഒന്നും പ്രത്യേകിച്ചിട്ട് ഒരു പണിയൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ബൈ.